ജെഫ്രി എപ്സ്റ്റീൻ എന്ന ലൈംഗിക കുറ്റവാളിക്കെതിരെ അമേരിക്കൻ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച രേഖകൾ 30 ലക്ഷത്തിലേറെ പേജുകൾ, 2000-ലധികം വീഡിയോകളും 2 ലക്ഷത്തോളം ഫോട്ടോകളും. അവയിലുള്ളത് ട്രംപും ക്ലിന്റണും മൈക്കിൾ ജാക്സണും അടക്കമുള്ളവരുടെ പേരുകൾ. എന്താണ് എപ്സ്റ്റീൻ ഫയൽസ്? എന്തുകൊണ്ടാണ് അത് ഇത്ര വിവാദമാകുന്നത്? ജെഫ്രി എപ്സ്റ്റീൻ എന്ന ലൈംഗിക കുറ്റവാളി 2019 ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ കറക്ഷണൽ സെന്ററിൽ വെച്ച് മരിക്കുന്നു. അയാൾ സ്വയം ജീവനൊടുക്കി എന്നതാണ് പുറത്തു വന്ന വാർത്ത. ആ സംഭവത്തിലെ ദുരൂഹതകളിൽ അന്വേഷണങ്ങൾ നടന്നു. ട്രംപിന്റെ ഭരണകാലമാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നും കടത്തിക്കൊണ്ടുപോയി എന്നതുമായിരുന്നു ഇയാൾക്കെതിരായ ആരോപണങ്ങൾ. കരീബിയനിലുള്ള ലിറ്റിൽ സെയിന്റ് ജെയിംസ് എന്ന തന്റെ പ്രൈവറ്റ് ദ്വീപിലെ എസ്റ്റേറ്റിൽ ഇയാൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ശതകോടീശ്വരന്മാർക്കും സെലിബ്രിറ്റികൾക്കുമായി പാർട്ടികൾ നടത്തിയിരുന്നു. പാർട്ടികളിൽ പങ്കെടുത്തവരുടെ പേരുകൾ ഇയാൾക്കെതിരായ അന്വേഷണത്തിലും പരാമർശിക്കപ്പെട്ടു. അമേരിക്കൻ ഏജൻസികൾ ശേഖരിച്ച രേഖകൾ ഏതാണ്ട് 30 ലക്ഷത്തോളം പേജുകളോളം വരും. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ 2ാം തവണ അധികാരത്തിലെത്തിയപ്പോൾ കൂട്ടാളിയായി ശതകോടീശ്വരനും സ്പേസ് എക്സ് ഉടമയുമായ എലോൺ മസ്കും ഉണ്ടായിരുന്നു. അധികം വൈകാതെ ആ കൂട്ടുകെട്ട് പിരിഞ്ഞു. പിണങ്ങിപ്പിരിഞ്ഞ മസ്ക് ഉന്നയിച്ച ഒരു ആരോപണമാണ് എപ്സ്റ്റീൻ ഫയൽസിനെ വിവാദമാക്കി മാറ്റിയത്. എപ്സ്റ്റീൻ നടത്തിയ ബാലപീഡനങ്ങളിൽ ട്രംപിന് പങ്കുണ്ടെന്ന് മസ്ക് പറഞ്ഞു. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കാലത്ത് എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടുമെന്ന് പറഞ്ഞിരുന്ന ട്രംപ് പിന്നീട് അതിൽ നിന്ന് പിന്തിരിഞ്ഞതിന് കാരണം ട്രംപ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാലാണെന്ന് ചർച്ചയായി. മസ്ക് പൊട്ടിച്ച ബോംബിന്റെ പ്രഹരശേഷി അത്ര വലുതായിരുന്നു. പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ വിഷയം ഏറ്റെടുത്തു. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ 2025 നവംബറിൽ US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് പാസാക്കി. ബില്ലിനെ 427 പേർ അനുകൂലിച്ചപ്പോൾ ഒരാൾ മാത്രം എതിർത്തു. ബിൽ പാസ്സായതിനെ തുടർന്ന് ഗവൺമെന്റ് പുറത്തുവിട്ടത് വളരെ കുറച്ച് രേഖകൾ മാത്രമായിരുന്നു. 2025 ഡിസംബർ 19-നകം എല്ലാ രേഖകളും പുറത്തുവിടും എന്നതായിരുന്നു വാഗ്ദാനം. എന്തായാലും സമ്മർദ്ദങ്ങൾക്കൊടുവിൽ മുഴുവൻ രേഖകളും പുറത്തുവിടാൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറായി. എപ്സ്റ്റീന്റെ കൂട്ടാളികളുടെയും ഇടപാടുകാരുടെയും പേരുകൾ, കോണ്ടാക്റ്റുകൾ, ചാറ്റുകൾ, കോൾ റെക്കോർഡുകൾ തുടങ്ങിയവയായിരുന്നു ഇവയിലുണ്ടായിരുന്നത്. ഡൊണാൾഡ് ട്രംപ്, മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, ബിൽ ഗേറ്റ്സ്, സ്റ്റീഫൻ ഹോക്കിംഗ്, ബ്രിട്ടീഷ് രാജകുടുംബാംഗം ആൻഡ്രൂ രാജകുമാരൻ, മൈക്കിൾ ജാക്സൺ, ഹോളിവുഡ് നിർമ്മാതാവ് ഹാർവേ വെയിൻസ്റ്റീൻ, ഇന്ത്യൻ അമേരിക്കൻ എഴുത്തുകാരൻ ദീപക് ചോപ്ര, അനിൽ അംബാനി എന്നിങ്ങനെ നിരവധി പേരുകൾ ഇവയ്ക്കിടയിൽ പരാമർശിക്കപ്പെട്ടു. അംബാനിയുമായി ബന്ധപ്പെട്ട ഭാഗത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നു. ഇത് ഇന്ത്യ നിഷേധിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ ബ്രൂക്ലിനിൽ സ്കൂൾ അധ്യാപകനായിരുന്ന, കണക്ക് ടീച്ചറായിരുന്ന ഭൂതകാലത്തിൽ നിന്ന് കോടീശ്വരന്മാരുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി മാറിയ ചരിത്രമാണ് ജെഫ്രി എപ്സ്റ്റീൻ ഉള്ളത്. രാഷ്ട്രീയ ബന്ധങ്ങൾ ഏറെയുള്ള ശതകോടീശ്വരനായി അയാൾ മാറി. 1998 കരീബിയനിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിർജിൻ ഐലൻഡുകളിലൊന്നായ ലിറ്റിൽ ജെയിംസ് ഐലൻഡ് $8 മില്യൺ ഇയാൾ വാങ്ങി. ലക്ഷറി സൗകര്യങ്ങളുള്ള ഈ പ്രൈവറ്റ് ദ്വീപിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ എത്തിക്കുകയും പുറം ലോകം അറിയാത്ത വിധത്തിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്തു. കെണിയിൽപ്പെട്ട പെൺകുട്ടികളെ ഉപയോഗിച്ച് കൂടുതൽ പെൺകുട്ടികളെ ഇരയാക്കുകയായിരുന്നു എപ്സ്റ്റീന്റെ രീതി. 2005 ഇയാൾ നടത്തിയ ബാലപീഡനങ്ങൾ പുറത്താകുന്നത്. ഫ്ലോറിഡയിലെ പാം ബീച്ച് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഒരു 14-കാരി നൽകിയ പരാതിയിലായിരുന്നു അത്. സഹപാഠിയായ മറ്റൊരു പെൺകുട്ടി തന്നെ ഒരു പണക്കാരന്റെ വീട്ടിൽ എത്തിച്ചുവെന്നും മസാജ് ചെയ്താൽ $300 വരെ കിട്ടുമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയതെന്നും അവിടെ കണ്ടയാൾ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും പെൺകുട്ടി പരാതിയിൽ പറഞ്ഞു. ആ പെൺകുട്ടിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ ഇരകളെ കണ്ടെത്തി. 35 പെൺകുട്ടികളെയാണ് അവർ തിരിച്ചറിഞ്ഞത്. അതിൽ കൂടുതൽ പെൺകുട്ടികൾ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായി. അവരിൽ പലരും മയക്കുമരുന്നിന് ഇരകളായതായും കണ്ടെത്തി. പ്രമുഖരായ അതിഥികൾക്ക് സൽക്കാരം നൽകുന്ന ലിറ്റിൽ ജെയിംസിലെ എസ്റ്റേറ്റിലായിരുന്നു പീഡനങ്ങളിൽ ഏറെയും നടന്നത്. മോഡൽ റിക്രൂട്ട്മെന്റ് സ്ഥാപനം ഉപയോഗിച്ച് അയാൾ ഇരകളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു. എപ്സ്റ്റീന്റെ സ്വകാര്യ ജെറ്റായ ലോലിറ്റ എക്സ്പ്രസിൽ ക്ലിന്റണും ട്രംപുമൊക്കെ യാത്ര ചെയ്തത് ആ ഇടയ്ക്ക് വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. 2005 കേസിൽ എപ്സ്റ്റീന്റെ സുഹൃത്തായ മിയാമിയിലെ പ്രോസിക്യൂട്ടർ അലക്സാണ്ടർ അക്കേസ്റ്റ അയാളെ സഹായിച്ചു. 2 കുറ്റങ്ങളിൽ മാത്രം എപ്സ്റ്റീൻ കുറ്റസമ്മതം നടത്തി. 1.5 വർഷത്തെ തടവ് മാത്രമാണ് അയാൾക്ക് ലഭിച്ചത്. 13 മാസങ്ങൾക്ക് ശേഷം വർക്ക് റിലീസ് എന്ന പേരിൽ അയാൾ പുറത്തിറങ്ങി. ജയിലിൽ നിന്ന് ജോലിക്ക് പോകാവുന്ന സംവിധാനമാണിത്. ശേഷിച്ച ശിക്ഷാ കാലാവധി അയാൾക്ക് ജയിലിലെ VIP മുറി രാത്രി തങ്ങാനുള്ള കേന്ദ്രം മാത്രമായി മാറി. 2018 പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗിക വൃത്തിക്കായി മനുഷ്യക്കടത്ത് നടത്തിയതിന് ഇയാൾ വീണ്ടും പിടിയിലായി. ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായിരുന്ന എപ്സ്റ്റീനെ 2019 ഓഗസ്റ്റ് 10 മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.
ഇയാളുടെ കൂട്ടാളിയായിരുന്ന ഗ്ലിസൈൻ മാക്സ്വെൽ എന്ന സ്ത്രീക്കെതിരെ 2015 രജിസ്റ്റർ ചെയ്ത കേസിലാണ് ആദ്യമായി എപ്സ്റ്റീൻ ഫയൽസ് വിവാദമായത്. പിന്നീട് എലോൺ മസ്കിന്റെ വെളിപ്പെടുത്തലിലും. ഇപ്പോൾ രേഖകൾ പുറത്തുവിടാൻ അമേരിക്കൻ ഭരണകൂടം നിർബന്ധിതമായെങ്കിലും എപ്സ്റ്റീൻ നൽകിയ മൊഴികൾ എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിലവിൽ പേര് പുറത്തു വന്ന പ്രമുഖരുമായി എപ്സ്റ്റീൻ ഏതു വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അവരെ കേസുമായി ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കുമെന്നതും അതുകൊണ്ട് തന്നെ വ്യക്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം.